നമസ്കാരം. ഒമാനിൽ നടന്ന US-ഇറാൻ ആണവ ചർച്ചകൾ ആദ്യ റൗണ്ട് കഴിയുന്ന സാഹചര്യത്തിൽ ശുഭകരമായ സൂചനകൾ. ചർച്ചകളുടെ ആദ്യ റൗണ്ടിന് പിന്നാലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രത്യേക ദൗത്യം നയിക്കുന്ന സ്റ്റീവ് വിറ്റ്കോഫ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയെ നേരിട്ട് സന്ദർശിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. വർഷങ്ങൾക്ക് ശേഷം ഇറാനുമായുള്ള ആദ്യ US സംഭാഷണമാണിത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സ്റ്റീവ് വിറ്റ്കോഫും അബ്ബാസ് അറാഗ്ചിയും ചേർന്ന് നടത്തിയ ചർച്ച ഏകദേശം 2.5 മണിക്കൂറാണ് തുടർന്നത്. രണ്ട് രാജ്യങ്ങളും സുപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിലേക്ക് ഈ ചർച്ച വഴിവെക്കും. വിവിധ കാര്യങ്ങളിൽ പരസ്പര സമ്മതം ഉണ്ടാകാനുള്ള സാധ്യത മുന്നോട്ട് വയ്ക്കുമ്പോൾ ഏപ്രിൽ 19 രണ്ടാം റൗണ്ട് ചർച്ചകൾ നടത്താനാണ് നിലവിലെ തീരുമാനം. റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ട് പ്രകാരം ചർച്ചകളിൽ പ്രാദേശിക സംഘർഷങ്ങൾ കുറയ്ക്കുക, തടവുകാരെ പരസ്പരം മാറ്റുക, ഇറാന്റെ ആണവ പ്രവൃത്തികളെ നിയന്ത്രിക്കുന്നതിനായി ചില ശ്രദ്ധേയമായ ഉപാധികളിൽ ആശ്രയിച്ച സാമ്പത്തിക വിലക്ക് ലഘൂകരിക്കുക എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി സൂചനയുണ്ട്. തന്റെ ടെലിഗ്രാം ചാനലിലൂടെയാണ് ആദ്യഘട്ട ചർച്ചകൾക്കു ശേഷം നടത്തിയ കാര്യങ്ങൾ അറാഗ്ചി പുറത്തുവിട്ടത്. ഇറാനും US-ഉം തമ്മിലുള്ള പ്രതിനിധികൾ ഒമാനി വിദേശകാര്യ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ സംസാരിച്ചുവെന്നാണ് അറാഗ്ചിയുടെ കുറിപ്പ്. ഇതൊരു അനുകൂലവുമായ അന്തരീക്ഷത്തിൽ നടന്ന ചർച്ചയാണെന്നും രണ്ടാം ഘട്ട ചർച്ചകൾ ഏപ്രിൽ 19 നടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ഥലം ഒമാൻ ആയിരിക്കണമെന്നില്ലെങ്കിലും ഒമാന്റെ മധ്യസ്ഥതയിൽ തന്നെ ചർച്ചകൾ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചർച്ച അവസാനിക്കുമ്പോൾ ഉഭയകക്ഷികളും സാന്ദ്രവും ഫലപ്രദവുമായ ചർച്ചകൾ എന്ന നിലയിലാണ് പ്രതികരിച്ചത്. ഇതോടെ US-ഇറാൻ ബന്ധങ്ങളിൽ തീർച്ചയായും ഒരു പുതിയ ദിശ ഉണ്ടാകുമെന്നും ശുഭകരമായ സൂചനയാണെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിച്ചില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അമേരിക്കയുടെയും ഇറാന്റെ പ്രതിനിധികൾ തമ്മിൽ ഒമാനിൽ നടക്കാനിരിക്കുന്ന ചർച്ചയ്ക്ക് മുൻപായിരുന്നു ട്രംപിന്റെ ഭീഷണി. ട്രംപിന്റെ പ്രസ് സെക്രട്ടറി കാരോലിൻ ലിവിറ്റാണ് ട്രംപിന്റെ ഭീഷണി സന്ദേശം അറിയിച്ചത്. ഇറാനെ ഒരിക്കലും ആണവായുധം കൈവശം വയ്ക്കാൻ അനുവദിക്കില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത്. ഇറാൻ ഒരു സന്തുഷ്ട രാജ്യമാകണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ അവർക്ക് ആണവായുധം കൈവശം വയ്ക്കാൻ കഴിയില്ല. US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഒമാനിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയെ കാണുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നത് തടയുക എന്നതാണ് ട്രംപിന്റെ പ്രഥമ പരിഗണന. നയതന്ത്രപരമായ പ്രമേയത്തെയാണ് പ്രസിഡന്റ് പിന്തുണയ്ക്കുന്നത്. നയതന്ത്രം പരാജയപ്പെട്ടാൽ കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ട്രംപ് തയ്യാറാണെന്നും കരോലിൻ ലിവിറ്റ് വ്യക്തമാക്കിയിരുന്നു. എല്ലാ ഓപ്ഷനുകളും പരിഗണനയിലുണ്ടെന്നും ഇറാനാണ് ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കേണ്ടതെന്നും അദ്ദേഹം ഇറാനോടും ദേശീയ സുരക്ഷാ സംഘത്തോടും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ട്രംപിന്റെ ആവശ്യം നിങ്ങൾക്ക് അംഗീകരിക്കാം, അല്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതമായിരിക്കുമെന്നും പ്രസ് സെക്രട്ടറി പറഞ്ഞു. അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഇറാനിയൻ പ്രതിനിധി സംഘവുമായി ചർച്ച നടത്താൻ ഒരുങ്ങവെയായിരുന്നു ട്രംപിന്റെ ഭീഷണി. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാൻ വലിയ അപകടത്തിലാകുമെന്ന് നേരത്തെയും ട്രംപ് പറഞ്ഞിരുന്നു. ഇറാൻ ആണവായുധം ലഭിക്കുന്നത് തടയുന്നതിനായി ഇറാന്റെ എണ്ണ കയറ്റുമതി 0 കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ ട്രംപ് തുടരുന്ന സാഹചര്യത്തിലാണ് ചർച്ചകൾ നടന്നത്. എന്തായാലും ചർച്ചകൾക്ക് ശേഷം ശുഭകരമായ സൂചനകളാണ് വരുന്നത്.